ഫോട്ടോഗ്രാഫി ഫോണാണോ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണ് ഞാൻ നിങ്ങളൊരു ഫോൺ പരിചയപ്പെടുത്താം. വിവോയുടെ തന്നെ വി സീരീസിൽ അണ്ടർ 14,000 ഇറങ്ങിയ V60 എന്ന ഈ ഒരു മോഡലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സെയ്സ് സോണി കൊളാബറേഷൻ ഇറങ്ങിയ ഇതിന്റെ ക്യാമറയുടെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിന് കുറച്ച് സ്പെക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ക്യാമറയിലേക്ക് പോകാം. ഇതിന്റെ സ്പെക്ക് നോക്കുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 7 അതുപോലെ തന്നെ UFS 2.2 LPDDR4Xന്റെ റാം. പിന്നീട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കിട്ടുന്നുണ്ട്, ഫേസ് റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഒരു ഗെയിമറിനെയൊക്കെ സംബന്ധിച്ച് നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആയിരിക്കും ഇതിനകത്ത് കിട്ടുക. പിന്നെ കോഡ് കർവ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കർവ് അല്ല എന്ന ഒരു ഫ്ലാറ്റ് വരാത്ത ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ FHD+ AMOLED ഡിസ്പ്ലേ ആണ്. നല്ലൊരു ഡിസ്പ്ലേ ക്ലാരിറ്റി തന്നെ ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് NFC സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ IR ബ്ലാസ്റ്റ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനി വെളിയിൽ മേടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് eSIM സപ്പോർട്ടും കിട്ടുന്നുണ്ട്. USB 2.0 അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതായത് ഒരു സിനിമയൊക്കെ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വോക്കൽ ഔട്ട്പുട്ട് അതിൽ കിട്ടും. നല്ല സൗണ്ട് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഗെയിം കളിച്ച് നോക്കി, ഞാൻ സിനിമയൊക്കെ കണ്ട് നോക്കി, നല്ലൊരു ഔട്ട്പുട്ട് നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് തരാം, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോളൂ. അപ്പം 6500 mAh ഒരു വലിയ ബാറ്ററി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോർമൽ യൂസറിനെ സംബന്ധിച്ച് 2 ദിവസം. അതുപോലെ ഒരു ഗെയിമറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു 2 to 4 hours മാത്രമേ ചാർജ് ചെയ്യിക്കുള്ളൂ. കാരണം ഞാൻ ഇതിനകത്ത് BGM കളിച്ച് നോക്കി, എനിക്കൊരു 3 to 4 hours മാത്രമേ ചാർജ് ചെയ്യിക്കുന്നുള്ളൂ ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. 90 wattsന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇൻബിൽറ്റ് നമുക്ക് അതിനകത്ത് ബോക്സിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ വ്യൂ കൊടുത്തിരിക്കുന്ന ഡയമൻഷൻ പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ തന്നെ ബാക്ക് വന്നിട്ട് ഗ്ലാസ് ആണ്, സൈഡ് വന്നിട്ട് പോളികാർബൺ മെറ്റീരിയലാണ്, അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻബിൽറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വിവോ ഒരു കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ CPU വേണ്ടി നമുക്ക് അൾട്രാ ലാർജ് വേപ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫോട്ടോഗ്രാഫി ഫോണാണ്. നിങ്ങളൊരു പെർഫോമൻസ് ഫോണാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലത് ഒരു അണ്ടർ 14,000 ഒരു IQ Neo 10R പോലുള്ള മോഡൽസ് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്ന 50 മെഗാപിക്സൽസിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു വൈഡ് സെൽഫി എടുക്കാൻ നിങ്ങളെ ഇത് സഹായിക്കും. ബാക്കിൽ നോക്കുന്ന സമയത്ത് ഒരു ട്രിപ്പിൾ ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 50 മെഗാപിക്സൽസിൻ്റെ ഒരു മെയിൻ ക്യാമറ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ടെലിഫോട്ടോ ക്യാമറ 50 മെഗാപിക്സൽസിൻ്റെ കിട്ടുന്നുണ്ട്. പിന്നെ 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയും കിട്ടുന്നുണ്ട്. അപ്പോൾ അൾട്രാ വൈഡ് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ ഒപ്പോടെ തന്നെ F31 Pro Plus എന്ന് പറഞ്ഞ ഫോൺ ഉപയോഗിച്ച സമയത്ത് അതിൻ്റെ അത്ര ഒരു ഔട്ട്പുട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടില്ല. എന്നാലും ഒരു നല്ല ഔട്ട്പുട്ട് തന്നെ ഇതിനകത്തൊന്നും പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് വരുന്നൊരു ഓറ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ്. പിന്നെ ഓവറോൾ ഇതിൻ്റെ ലുക്ക്, ഡിസൈൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ്, ഈ കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളൊരു വ്ളോഗറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡലിന് EMI സൗകര്യം അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.